ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന വലമ്പിലിമംഗലം പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ, രാമകൃഷ്ണൻ പേര്. ഞങ്ങൾ 2019-20 വർഷത്തിൽ കൊണ്ണങ്കല്ല് തോട് നീർത്തട പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ രണ്ടാം വള കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം വേനൽക്കാലത്ത് കൃഷി ചെയ്യണ്ടായി. ഉഴുന്ന്, പയറ്, എള്ള് തുടങ്ങിയ കൃഷികളാണ് ചെയ്തത്. പ്രത്യേകതരം കൊഴു ഉള്ള ട്രാക്ടർ പിടിപ്പിച്ച അതുകൊണ്ട് പ്രത്യേക ട്രാക്ടർ കൊണ്ടുവന്നിട്ടാണ് ഭൂമി ഉഴുതു മറിക്കേണ്ടായത്. അതുകൊണ്ടുള്ള പ്രയോജനം വരുന്നത് ജീവജാലങ്ങൾ വേനൽക്കാലത്ത് നശിച്ചു പോകാതെ നിൽക്കാനും ഭൂമിയിൽ ഈർപ്പം നിലനിർത്താനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാസയുടെയും കൃഷി KVKയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിർദ്ദേശപ്രകാരമാണ് കൃഷിക്കാർ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് മുന്നിട്ടിറങ്ങിയത്. നേരത്തെ ഇത്രയും കൃഷികൾ ചെയ്തിരുന്നതാണ് 10-25 വർഷം മുന്നേ. ഇപ്പോൾ അത് കൃഷിക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വേനൽക്കാലത്ത് ഒഴുകാനും കൂട്ടിയിടാനൊന്നും തയ്യാറാവാറില്ല. ഒന്നാം വിള നെൽകൃഷി തന്നെ ഉപേക്ഷിച്ച മട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രത്യേക കൊണ്ണങ്കല്ല് തോട് നീർത്തട പദ്ധതിയുടെ കീഴിൽ നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ഇത്തരം പ്രവർത്തി 2019-20 ഇവിടെ തുടങ്ങി വയ്ക്കേണ്ടായി. ആ കൃഷികൾ ഇനി തുടർന്ന് പോകാൻ അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഉഴുന്ന് വിത്തൊക്കെ നല്ല വിളയാണ് കിട്ടിയത്. അതിൻ്റെ പച്ചക്കറികൾ ഇഷ്ടം പോലെ കൃഷിക്കാർക്ക് കൊറോണ കാലത്ത് ഉപയോഗിക്കാനും കൂടി നല്ല വിളവെടുപ്പ് കൊറോണയുടെ സമയത്ത് വരിക കാരണം കുറേ കുടുംബങ്ങൾ, ഒരു 40ഓളം കർഷകരാണ് ഈ കൃഷി ചെയ്തത്. അതിലെല്ലാവർക്കും നല്ല വിള കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒരു വർഷത്തെ ആവശ്യത്തിനുള്ള ഉഴുന്നും പയറും ഉണക്കി സൂക്ഷിക്കാനും അത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീട്ടുകാരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അത് എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അടുത്ത വർഷത്തേക്കുള്ള ഉഴുന്ന് വിത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, പയർ വിത്തും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അധികം വരുന്ന ഉഴുന്ന് വിത്ത് എല്ലാ കൃഷിക്കാരും KVKയിൽ ഒരു 4 കൃഷിക്കാർ ഇപ്പോൾ KVKയിൽ വിത്ത് ഒരു 300-ലധികം കിലോ വിത്ത് KVKയിൽ കൊടുത്തിട്ടുണ്ട്. അവർ അതിൻ്റെ സാമ്പത്തികം പൈസ കൃഷിക്കാരെ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് 2020 വർഷത്തിൽ 2021 വർഷത്തിൽ ഇവിടെ വയൽ ഭൂമി ഉഴുതുമറിച്ച് വരമ്പ് പൊതിഞ്ഞ് ഉയരം വരുത്തി നെൽകൃഷിയോട് ചേർന്നിട്ട് വരമ്പത്തൊക്കെ പയറിടുന്നാനും തുവരമാലിയുള്ള വരമ്പത്ത് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ കൃഷിക്കാരെത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വരമ്പൊക്കെ ബലം വരുത്തി ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഭൂമിയിൽ വെള്ളം കിട്ടാനും അടുത്തുള്ള പ്രദേശത്തുകൾക്കുള്ള ജലസേചനത്തിനുള്ള കുടിവെള്ളത്തിനുള്ള ഒരു സൗകര്യം കൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നാസയുടെ ഉദ്ദേശങ്ങളും പ്രവർത്തകരും ഇതുവേണ്ടി ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാനൊരു റിട്ടയേർഡ് സ്കൂൾ അധ്യാപകനാണ്. കാർഷിക കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചത്. അച്ഛനായിട്ട് തന്നെ ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കൃഷിയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കൊണ്ണങ്കല്ല് നീർത്തട പദ്ധതിയുടെ ഭാഗമായിട്ട് നബാർഡിൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ വർഷം പാടത്ത് ഈ ഡീപ്പ് ഫോഗിൻ്റെ ഭാഗമായിട്ട് ആഴത്തിൽ മണ്ണ് ഇളക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു 64 സെൻറ്റ് ഭൂമിയിൽ എള്ള്, ഉഴുന്ന്, ചെറുപയർ ഈ 3 വിളകളും ഞാൻ ചെയ്യുകയുണ്ടായി. സാമാന്യം നല്ല ഭേദപ്പെട്ട വിളവുകളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ പറ്റിയിട്ടുള്ളത് വേണ്ടത്ര ഒരു ഇറിഗേഷൻ്റെ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊരു ഈൽഡ് ഉണ്ടായിട്ടില്ല. എങ്കിലും മെച്ചപ്പെട്ട ഒരു ഈൽഡ് എനിക്ക് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇത് മണ്ണ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് പണ്ടൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടം അങ്ങനെ വെറുതെ ഇടുമ്പോൾ അത് വരണ്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഇത് പൊടിയാക്കിയിട്ട് വരുമ്പോൾ ജലം സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അത് ഒരു പക്ഷേ ഇനി അടുത്ത ഒരു ക്രോപ്പിൽ എനിക്കത് കൂടുതൽ ഇനിയിപ്പോൾ നെല്ല് കൃഷി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നെല്ല് കൃഷി ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതൽ വിളവുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ ഈ നൈട്രജൻ കണ്ടൻറ്റ് എന്തായാലും മണ്ണിൽ ഉണ്ടാവും. പക്ഷേ ഈ മഴവെള്ളത്തിന് വല്ലാണ്ട കുത്തുള്ള ആയതുകൊണ്ട് എത്രത്തോളം അത് ഫലപ്രദമാവുന്നുള്ളത് അറിയാൻ കഴിയില്ല. വെള്ളം നിയന്ത്രിക്കാനുള്ള സംവിധാനം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത് വരമ്പുകളും അതുപോലെ നിലവിലുള്ള തോടുകളൊക്കെ ഒന്നുകൂടി സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള വിളവ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമവും ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ഇവിടുത്തെ പാടശേഖര സമിതിയായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എന്നാലും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മെച്ചപ്പെട്ടൊരു വിളവ് ഉണ്ടാക്കും. അടുത്ത വർഷവും ഇതേപോലെ തന്നെ ഇത് ഒരു
ഇടക്കാല വിള എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു മെച്ചപ്പെട്ടൊരു ആനുകൂല്യം കിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നല്ല ഒരു ഫലപ്രദമായിട്ടുള്ളൊരു കൃഷി രീതിയാണെന്നുള്ളത് കൊണ്ട് ഈ രീതിയിലുള്ള ഇപ്പോൾ സാമ്പത്തിക സഹായമൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് തുടർച്ചയായിട്ട് അടുത്ത വരും വർഷങ്ങളിലും ഈ പ്രവർത്തനം കൃഷികളൊക്കെ തുടരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ണങ്കല്ല് തോട് നീർത്തട പദ്ധതിയുടെ KSW സോയിൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി വെൽ റീചാർജിന് 50ഓളം കിണറുകൾ റീചാർജ് ചെയ്യുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായി ഒന്നാം ഗഡു എന്നുള്ള നിലയ്ക്ക് 20ഓളം കിണറുകൾക്ക് അനുമതി ലഭിക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞത്ര കിണറുകൾക്ക് ഇപ്പോൾ നമ്മൾ മഴയ്ക്ക് ശേഷമുള്ള റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ എല്ലാ കിണറിലും മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് ജലത്തിൻ്റെ അളവ് കൂടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 1-2 കിണറുകളിൽ പാറ ഉള്ള കിണറുകളായിരുന്നു, വേനൽക്കാലത്ത് ഒട്ടും വെള്ളമില്ലാത്തതായിരുന്നു. ഉദാഹരണമാണ് ഈ പുളിക്കത്തൊട്ടിൽ തെങ്കമണിയാർത്തിയുടെ കിണറിൽ അടി നിറയെ പാറയായിരുന്നു. ആ പാറയായ കിണറ്റിലേക്ക് നമ്മൾ വെള്ളം റീചാർജ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ കിണറ്റിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിയെന്ന് മാത്രമല്ല, താഴെ ഭാഗത്തുള്ള അരവിന്ദ മാഷ്ട കിണറ്റിലും തൊട്ടടുത്തുള്ള താഴെ ഭാഗത്തുള്ള ഗുണഭോക്താക്കളുടെ കിണറ്റിലും വെള്ളത്തിൻ്റെ അളവിന് ഒരു വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ റിസൾട്ടിനെ അടിസ്ഥാനമാക്കി 2ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വീണ്ടും നമുക്ക് 20 എണ്ണത്തിന് ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രവൃത്തി വീണ്ടും പൂർത്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.